കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും ആദ്യമായി തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ആശാ അതുപോലെ തന്നെ രേവതി ടീച്ചർ മറ്റ് ടീച്ചേഴ്സിന് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. നല്ല രീതിയിൽ ഉള്ള ഒരു കോച്ചിങ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ 2021 ബാച്ചിൽ PhD പൂർത്തീകരിച്ചതാണ് മലയാളത്തിൽ. കേറ്ററ്റ് ഇല്ലേലും നമുക്ക് PhD ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം എന്നുള്ളൊരു ധൈര്യമുള്ളത് കൊണ്ട് പോയി BEd ചെയ്തു. BEd പഠിക്കുന്നതിനോടൊപ്പം തന്നെ BEd പഠിക്കുന്ന കുട്ടികളെ കേറ്ററ്റ് ചെയ്യാനുള്ള കോച്ചിങ്ങും കൊടുത്തുകൊണ്ടിരുന്നു. അവരെല്ലാവരും കേറ്ററ്റ് എഴുതി പാസ്സായി, പലരും ജോലിയിൽ കയറി, ഞാനും ജോലിയിൽ കയറി. അതിനുശേഷമാണ് സുപ്രീം കോടതിയുടെ ഓർഡർ വരുന്നത്, നമ്മൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കേറ്ററ്റ് എഴുതി പാസ്സായേ പറ്റൂ. അപ്പോഴേക്കും കയ്യിലുള്ള നോട്ടുകളൊക്കെ എല്ലാവർക്കും കൊടുത്തു. കാരണം ഇനി പഠിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ എൻ്റെ നോട്ടൊക്കെ കൊടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ ഒരു മാറ്റമുണ്ടായേക്കാം വിധിയിൽ എന്ന പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു. പക്ഷേ ഒരു ഡിസംബർ ആയപ്പോഴും മാറ്റമൊന്നും കാണാതായപ്പോൾ മനസ്സിലായി കേറ്ററ്റ് നിർബന്ധമായിട്ടും എഴുതി പാസ്സായേ പറ്റൂ. അങ്ങനെയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് വരുന്നത്. ഞാൻ ക്ലാസ് എനിക്ക് ഫുൾ ടൈം അറ്റൻഡ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. വളരെ ചുരുക്കം മാത്രമാണ് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോലും പറ്റിയിട്ടുള്ളൂ. റെക്കോർഡഡ് ക്ലാസ്സാണ് അധികവും ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത്. ഞാൻ കിഴക്കലം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഞാൻ ടൈം കണ്ടെത്തിയിരുന്നത് രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള 1 മണിക്കൂർ സമയം പഠിക്കും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഒരു 5:30 മുതൽ 7 മണിയുള്ള സമയത്ത് റെക്കോർഡ് ക്ലാസ് കേൾക്കും. പക്ഷേ നല്ല ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, സൈക്കോളജി ക്ലാസ്സുകൾ കേൾക്കും. കേറ്ററ്റ് 3 ആണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ പരീക്ഷയുടെ ഒരു 3 ആഴ്ച മുൻപ് DO ഓഫീസിൽ നിന്ന് അടുത്ത ഒരു കോൾ കൂടി എനിക്ക് വന്നു. ആദ്യം ഞാൻ ജോയിൻ ചെയ്തത് UP ക്ലാസ്സിലായതുകൊണ്ട് കേറ്ററ്റ് 2 പാസ്സായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, 3 പാസ്സായിട്ട് കാര്യമില്ല. കേറ്ററ്റ് 2 ഞാൻ എന്തൊക്കെയാണ് സിലബസ് എന്ന് അന്വേഷിച്ചപ്പോൾ സോഷ്യൽ സയൻസ് മുതലുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരു വിഷയം, കാരണം ഞാൻ PG മുതൽ എല്ലാം മലയാളമാണ്. സോഷ്യൽ സയൻസ് ഒരു വിധത്തിലും തൊട്ടിട്ടില്ല. അപ്പോൾ 2-3 ആഴ്ച കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ വീണ്ടും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് ഞാൻ വിളിച്ചു, ചോദിച്ചു ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ദിവസം ടീച്ചറിനെയും വിളിച്ചു. അപ്പോൾ ഇതൊന്നൊരു കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കേറ്ററ്റ് 2 കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ആ ഒരു 3 ആഴ്ച കൊണ്ടുള്ളൊരു പ്രിപ്പറേഷനിൽ പോയാണ് കേറ്ററ്റ് 2 എഴുതിയത്. പാസ്സാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ 98 മാർക്കോടുകൂടെ കേറ്ററ്റ് 2 ആദ്യം പാസ്സായി. കേറ്ററ്റ് 3യും 95 മാർക്കോടുകൂടെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ നന്ദി ഈ ടീമിലെ എല്ലാ അധ്യാപകരോടും ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ വേദിയിൽ അറിയിക്കുകയാണ്.